ഹലോ നമസ്കാരം. ഞാൻ പൊന്നാനി AV ഹയർ സെക്കൻഡറി സ്കൂളിലെ PTയിൽ ചേർന്നിട്ട് 4 വർഷമായിട്ടോ. ഈ 4 വർഷമായിട്ടും ഡിസംബറിൻ്റെ അവസാനത്തിൽ ഞാനിവിടെ തന്നെ ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ ന്യൂ ഇയർ സെലിബ്രേഷൻ ഉണ്ടാവാറുള്ളത് അവിടുത്തെ കുട്ടികളുടെ NSS കുട്ടികളുടെ ക്യാമ്പിൽ വെച്ചിട്ടാണ്. ഈ വർഷം കടവനാട് സ്കൂളിൽ വെച്ചിട്ടായിരുന്നു ക്യാമ്പ്. ഈ 4 വർഷം 4 സ്കൂളിലെ അന്തരീക്ഷവും അവിടുത്തെ പ്രവർത്തനങ്ങളും ഒക്കെ കാണാൻ എനിക്ക് പറ്റി. എല്ലാ വർഷവും മുടങ്ങാണ്ട് അവിടെ പോകാൻ പറ്റാറുണ്ട്. 7 ദിവസത്തെ ക്യാമ്പിൽ ദിവസവും അവർക്ക് ഭക്ഷണം ഉണ്ടായി കൊടുക്കുന്ന ചേച്ചിമാരെ കൊണ്ടാണ് ഇന്ന് അവർ കേക്ക് കട്ട് ചെയ്യിപ്പിച്ചത്. ക്യാമ്പിൻ്റെ അവസാന രാത്രിയായ ഡിസംബർ 31 കേക്കും ഫുഡും PTയിൽ നിന്നാണ് കേട്ടോ സ്പോൺസർ ചെയ്യുന്നത്. പല കാര്യങ്ങളിലും പുറകോട്ട് നിന്നിരുന്ന കുട്ടികൾ ക്യാമ്പിൻ്റെ അവസാന നാളുകളാകുമ്പോഴത്തേക്ക് മുന്നോട്ട് കയറി വരുന്നു എന്നതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിന് ചുക്കാൻ പിടിക്കുന്നത് ഷെനീഷ് മാഷാണ്. ഒരു വീടില്ലാത്ത കുട്ടിക്ക് മാഷ് കുട്ടികളുടെ സഹായത്തോടെ 10 മാസം കൊണ്ടൊരു വീട് വെച്ച് നൽകിയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ടീച്ചറിൻ്റെ പ്രകടനം അടിപൊളിയായിരുന്നു. ഡാൻസും പാട്ടും ചിന്തകളും പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് കുറേ ദിവസം ഒരു കുടുംബം പോലെ ഒരുമിച്ച് കഴിഞ്ഞിട്ട് ക്യാമ്പ് അവസാനിക്കാനാകുമ്പോഴത്തേക്ക് കുറേ കുട്ടികൾക്കൊക്കെ കരച്ചിൽ വരുന്നുണ്ടെന്നാണ് കേട്ടോ പറയണത്. പഠിക്കുന്ന സമയത്തൊക്കെ ഇതുപോലുള്ള ഒരു കാര്യങ്ങൾക്കും ചേരാൻ അനുവാദം ഇല്ലാത്തതുകൊണ്ട് എനിക്കിതൊക്കെ നല്ല പുതിയ അനുഭവങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും മിസ് ചെയ്യാറില്ല. സ്കൂളിൽ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ മാക്സിമം പോവാറുണ്ട്. നാഷണൽ സർവീസ് സ്കീം എന്നാണ് കേട്ടോ NSSൻ്റെ ഫുൾ ഫോം. NSS, JRC, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, NCC ഇതൊക്കെ കുട്ടികൾക്ക് വളരെയധികം ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ് കേട്ടോ. എൻ്റെ മൂത്ത മോള് NCC കേഡറ്റ് ആയിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ മനസ്സും ശരീരമൊക്കെ ഒന്ന് ബോൾഡാക്കാനും ഒരു ആത്മധൈര്യം വരാനൊക്കെ ഇതുപോലുള്ള ഫോഴ്സുകൾ അവരെ ഭയങ്കരമായിട്ട് സഹായിക്കുന്നുണ്ട്. കുട്ടികളുടെ പെർഫോമൻസൊക്കെ ഒരുപാട് ചിരിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതൊക്കെ ആയിരുന്നു കേട്ടോ. ഈ 7 ദിവസം കൊണ്ട് അവരുടെ ചുറ്റുമുള്ള ഓരോ കുട്ടിയും എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ അവർ മനസ്സിലാക്കി. അവരെ അനുകരിക്കാനൊന്നും അവർ മറന്നില്ല. ഞങ്ങളും കുറേ ചിരിച്ചു. ഇതൊക്കെ തന്നെയാണ് കുട്ടികളുടെ എന്തെങ്കിലും കാര്യം വരുമ്പോൾ അവിടേക്ക് ഓടിയെത്തുന്നത് കേട്ടോ. കുട്ടികളെപ്പോലെ ആവാൻ പറ്റണമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് കേട്ടോ. അവരുടെ പോലെ മനസ്സിൽ വലിയ വലിയ ചിന്തകളൊന്നുമില്ലാതെ റിലാക്സായിട്ട് പോകാൻ പറ്റണമെന്ന്. അങ്ങനെ ഇത്തവണയും ന്യൂ ഇയർ ആഘോഷം ഈ കുട്ടികളുടെ കൂടെയൊക്കെ കൂടി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു കേട്ടോ. തിരിച്ചു വരുമ്പോഴാണെങ്കിൽ ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ടായിരിക്കാം റോഡിൽ മുഴുവൻ നല്ല ഭംഗിയുള്ള ലൈറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ പെരുന്നാളൊക്കെ വരുമ്പോൾ ഇടുന്ന പോലെ. അതൊക്കെ കണ്ട് കർമ്മയെക്കൂടെയൊക്കെ എങ്ങനെയാണ് വന്നത് കേട്ടോ. പക്ഷേ കർമ്മയിൽ ഭയങ്കര ബ്ലോക്കായിരുന്നു. ന്യൂ ഇയറിൻ്റെ തിരക്കായിരിക്കും, അല്ലാച്ചെങ്കിൽ ഇത്രയ്ക്കും ആ സമയത്ത് ഇത്ര തിരക്കുണ്ടാവാറില്ല. ഇതൊരു 10:45 ആ സമയം ആവണ സമയത്താണ് കേട്ടോ. അപ്പോഴത്തേക്ക് എന്നെ ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബായ്. അപ്പോൾ കർമ്മയിൽ ഫെസ്റ്റൊക്കെ നടക്കുന്നുണ്ട്. അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് കേട്ടിട്ട് അറിഞ്ഞോളൂ, വേണമെങ്കിൽ വന്നോളൂ കേട്ടോ. നല്ല അടിപൊളിയാണ്. വെറുതെ അവിടെ നടക്കാൻ തന്നെ അടിപൊളിയാണ്. അപ്പോൾ ഓക്കെ, ബായ്.